ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നല്ല ഇഫ്താറിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കണ്ട. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാൻ ഒരു ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് ഉടച്ച് നോക്കുമ്പം ഒന്നിങ്ങനെ ഉടഞ്ഞു പോകണം കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് കുക്കാക്കി എടുക്കുക. കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ചാൽ മതി. അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് വെള്ളത്തിൽ ഒരു 15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. എപ്പോഴേക്കും നല്ലോണം കുക്കായി വരും. ഇനിയിപ്പോൾ ഇതാ ഈ ക്യാരറ്റ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ചൂടാറിയതിന് ശേഷം ഇട്ടാൽ മതി. പിന്നെ ഇതാ ഒരു 1/4 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒന്നിൽ ഒരു 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇതാ ഇതുപോലൊരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പം ഇതിലേക്ക് ഒന്നും ചേർക്കാനില്ല, നമുക്കിത് നല്ലോണം ഒന്ന് ബ്ലെൻഡാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം നല്ല ക്രീമി ആയിട്ട് തന്നെ ബ്ലെൻഡാക്കി എടുക്കണം. തരികളൊന്നും ഇല്ലാണ്ട് നല്ലോണം സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാവും. ഇനിയിപ്പം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ടതാ ഞാനിപ്പം ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാലൊന്ന് നമുക്ക് നല്ലോണം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ പാൽ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം മിൽക്ക് പൗഡർ ഒരു 1/4 കപ്പ് പാലിൽ കലക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതൊഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ പാൽപ്പൊടിക്ക് പകരം നമുക്ക് കസ്റ്റാർഡ് പൗഡറും യൂസ് ആക്കാം. 3 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡർ 1/4 കപ്പ് പാലിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒഴിച്ചു കൊടുക്കുമ്പം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടും ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ ചിലപ്പം കട്ട പിടിച്ച് നിൽക്കും. അതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ അതെല്ലാം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ മധുരം ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാ ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ആക്കാം. ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മളിതാ നേരത്തെ അരച്ച് വെച്ച ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ പഞ്ചസാര ഇടുമ്പം നമ്മൾ ഈ ക്യാരറ്റ് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പഞ്ചസാര ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതാ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതാ മധുരം ചെക്ക് ചെയ്തിട്ട് വേണേൽ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ മധുരം ചെക്ക് ചെയ്തപ്പം കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഇത് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമുണ്ട്. ഫ്രഷ് ക്രീം അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടുള്ളതെങ്കിൽ ഈ ഫ്രഷ് ക്രീം ചേർക്കണ്ട കേട്ടോ. നമ്മൾ ഓൾറെഡി ഒരു കസ്റ്റാർഡിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രഷ് ക്രീം ചേർക്കണ്ട, ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇനി പാൽപ്പൊടി ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ ഫ്രഷ് ക്രീം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാ അത് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് എല്ലാം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ക്യാരറ്റ് ഒന്ന് കുക്കായി വരണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവൽ. അപ്പോൾ ഇതാ ക്യാരറ്റെല്ലാം നല്ലോണം മിക്സായിട്ട് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതാ സാബുദാനയാണ്. നമ്മുടെ സാഗോ റൈസിലില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് ഞാൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചതാണ്. ഒരു മണിക്കൂർ മുമ്പേ നല്ല ചൂട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. എന്നിട്ട് ഇതാ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിട്ട് കൊടുത്താൽ മതി.
കാരണം അത് ഓൾറെഡി കുക്ക് ചെയ്തതല്ലേ, അപ്പോൾ വീണ്ടും കുക്ക് ആവണ്ട, ചിലപ്പോൾ അതിങ്ങനെ ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നല്ലോണം മിക്സായിട്ട് വരും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ചൂടാറാൻ വെച്ചിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ബദാം സ്ലൈസ് ചെയ്തെടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം വേറൊന്നും ചേർക്കാനില്ല. നമ്മളെ ക്യാരറ്റിൻ്റെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് 1-2 മണിക്കൂർ നല്ലോണം തണുപ്പിക്കാൻ വെക്കണം. എപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവല്, നല്ല കറക്റ്റ് ടേസ്റ്റ് വരണമെങ്കിൽ ഒരു 1-2 മണിക്കൂർ നല്ലോണം തണുപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ ഡ്രിങ്കെല്ലാം നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സെർവ് ചെയ്യല. നമുക്ക് റമളാനിലെല്ലാം നല്ല ഹെവി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് കുടിക്കാം. നല്ല ഹെൽത്തിയാണ്, നമ്മുടെ ബോഡിക്കായാലും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റിലാണെങ്കിൽ ഒരു കോംപ്രമൈസും വേണ്ട, നല്ല അടിപൊളിയാണ്, നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസും വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാനും മറക്കണ്ട. ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.